എല്ലാവർക്കും ഓണമൊക്കെ ആയല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഓണമായിട്ടില്ല കേട്ടോ. കാരണം വെജിറ്റബിൾസ് ഒന്നുമില്ല. ബോട്ട് വന്നാലാണ് എന്തെങ്കിലും വെജിറ്റബിൾസ് കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വെജിറ്റബിൾ എന്ന് വെച്ചാൽ ക്യാരറ്റ്, ക്യാബേജ്, വഴുതനങ്ങ ചിലപ്പോൾ കിട്ടും. ഉരുളക്കിഴങ്ങ് ഉള്ളി ഉണ്ടാവും കേട്ടോ. പക്ഷേ ചിലപ്പോൾ ബീൻസ് വരും. അങ്ങനെ തക്കാളി കിട്ടും. വെണ്ടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെയാണ് വരിക കേട്ടോ. അത് മൂത്ത വെണ്ടയ്ക്കായിരിക്കും. അപ്പോൾ അതുമല്ല, ഇന്ന് ഇവിടെ ക്ലാസ് ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. സയൻസ് ഫെയർ, അത് കഴിഞ്ഞ് സ്പോർട്സ് വീക്കായി, പിന്നെ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ഓണം ആഘോഷിക്കാമെന്നൊക്കെ വിചാരിക്കും. വല്ല വെജിറ്റബിൾസും കിട്ടിയ, അല്ലെങ്കിൽ സാമ്പാറോ ക്യാബേജ് പോലും ഇല്ല ഉപ്പേരി വയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഉത്രാടമാണല്ലോ അല്ലേ? അപ്പോൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഒരു 13 വർഷമായി നാട്ടിൽ ഞാൻ ഓണം ആഘോഷിച്ചിട്ട് കേട്ടോ. കുട്ടിക്കാലത്ത് ഓണമായിരുന്നു എൻ്റെ ഏറ്റവും നല്ല ഓണം. ഇപ്പോൾ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒത്തുകൂടിയിട്ട് അവിടെ നിന്ന് തുമ്പിതുള്ളൽ, ഓരോ ദിവസം ഓരോരോ കളികളായിരുന്നു, തിരുവാതിര അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അത് നല്ല ഓർമ്മകളായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഓർമ്മയില്ല ഓണം ആഘോഷിച്ചു. പിന്നെ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ സെപ്പറേറ്റായി താമസം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഓണമൊക്കെ ആഘോഷിച്ചു. അങ്ങനെയൊക്കെ ഒന്ന് ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന ശേഷം ഞങ്ങളിവിടെ എക്സ്പാട്രിയേറ്റ്സ് എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നേ. പക്ഷേ ഈ വർഷം എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ എണീച്ച് തുണിയൊക്കെ തിരുമ്മി 10 മണിക്ക് എനിക്ക് പോകണം. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ദോശ ഉണ്ട്. ചമ്മന്തി അരയ്ക്കാൻ മടിയുണ്ട്. ഞാൻ ദോശയുടെ പുറത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടു. എന്നിട്ട് ചായം കൂട്ടി കഴിക്കാമെന്ന് കരുതി. കുഴപ്പമൊന്നുമില്ല. വിഷമറിയാ പോലെ അല്ലേ?